എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. KFC അല്ലെങ്കിൽ ബർഗർ കിങ് അവിടങ്ങളിലൊക്കെ റാപ്പൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും വെക്കുന്ന ചിക്കൻ പോലെയുള്ള ഒരു ഐറ്റം. അതിലും സൂപ്പറാണ്. നല്ല ക്രിസ്പി ഔട്ട്സൈഡും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് ബാറ്റർ ഫ്രൈഡ് ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് അതിന് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനെടുത്തേക്കുന്നത് 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 6 പേർക്ക് ഉള്ള കണക്കിന്. അപ്പോൾ അതിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്. ഇത്രയും സാധനം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. അതിനുശേഷം നമുക്ക് ബാറ്ററിൽ മുക്കിയാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മൈദയും സോഡയും പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും വേണം. അപ്പോൾ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്യും. ഇനി ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാറ്റർ ഫ്രൈ ചെയ്യാം. ബാറ്റർ ഉണ്ടാക്കാൻ കുറച്ച് ഫ്ലവർ, ഇപ്പോൾ ഒരു 2 പോർഷനൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ഈ സോഡ ആവശ്യത്തിന് ഒഴിച്ചൊരു തിക്ക് ബാറ്റർ ഉണ്ടാക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ വയ്ക്കാം. ബാറ്ററിൽ മുക്കണതിന് മുമ്പ് നമുക്കൊന്ന് ഫ്ലവർ കോട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കണം. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇത് ഞാനിപ്പോൾ ഫ്ലവർ കോട്ട് ചെയ്ത് വെച്ചത് ഇങ്ങനെ നമ്മൾ ഈ ബാറ്ററിലൊന്ന് മുക്കാം. ചെറുതായിട്ടൊന്ന് കൂടെ. അപ്പോൾ അത് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ച് ഇങ്ങനെ. ഇതധികം തിങ്ങിക്കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് സ്പേസ് വേണം അതിന്. അതുകൊണ്ട് 3-4 പീസ്, ചെറിയ പാത്രമാണെങ്കിൽ 3-4 പീസ് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് നമുക്ക് എടുക്കാറായി ഗോൾഡൻ ബ്രൗൺ കളർ. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് എടുക്കുള്ളൂ. പിന്നെ അതെടുക്കണം. ലാസ്റ്റിലത്തെ ബാച്ച് കൊടുക്കാണ്. പിന്നെ ഇതൊരു പ്ലേറ്റിലിട്ടിട്ട് കാണാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ മസാല ബാറ്റർ ഫ്രൈ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ഔട്ട്സൈഡും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനാണ്. ടേസ്റ്റ് വൈസ് പൂർണ്ണമായിട്ടും നമ്മുടെ ടേസ്റ്റിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്. അധികം സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.